everyone, hope you all are doing good and great. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് ഇത് കുറേ ദിവസം മുന്നെടുത്തിട്ടുള്ള ക്ലിപ്സ് വീഡിയോസാണ്. ആക്ച്വലി എനിക്കിപ്പോഴാണ് ഈ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് എടുക്കാന്ന് വെച്ചാൽ എൻ്റെ വലിയ അമ്മായിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ വലിയ അമ്മായി 3 ദിവസമായി 3-4 ഡേയ്സ് ആയിട്ടുണ്ട് ദുബായ് ഗൾഫിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങളെ വീട്ടിലേക്ക് ഒരു ദിവസം വന്ന് അന്ന് തന്നെ പോയിട്ടോ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിലമ്പൂരാണ് വീടുള്ളത്. അപ്പോൾ 1.5 മണിക്കൂർ യാത്രയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. AC ഇട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നല്ല രസമുണ്ടായിരുന്നു പാട്ടൊക്കെ ഇട്ടിട്ട്. മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ നെറ്റില്ലായിരുന്നു. അപ്പോൾ ഡൗൺലോഡ് ആക്കിയിട്ടുള്ള പാട്ട് ആകെ 2 നെറ്റുള്ളായിരുന്നു. അപ്പോൾ ഇട്ട പാട്ട് പിന്നെയും വിട്ടിട്ട് ഭയങ്കര ബോറായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് ഡ്രൈവർ എന്തോ ബാങ്കിന് എന്തോ കാര്യം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു എത്രയോ മിനിറ്റുകൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി. ഞങ്ങൾ ഒരു 2:30 ടൈമിലൊക്കെ ആയിരിക്കും. കുറച്ച് നേരം ഇവിടെ നിന്നുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ 2:30 ടൈമിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വലിയൊരൊന്നും ഇല്ലായിരുന്നു, ഞാനായിരുന്നു വലുതുണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടുകാർ. അങ്ങനെ പിന്നെ ഞാൻ വല്ലാണ്ട് കാർത്ത ക്ലിപ്സൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ വീട്. അപ്പോൾ ഇവിടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളിയാണ് സംഭവം. ഇവിടുത്തെ ചുറ്റുപാടും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ വന്നേക്കുന്നത് അവർ രണ്ടുപേരും ട്വിൻസാണ് കേട്ടോ, കസിൻസ്. അപ്പോൾ അവർ രണ്ടുപേരും ക്ലാസ് കേൾക്കണേനു. അപ്പോൾ ഞാനും ഈശും കൂടിയിട്ട് അവിടെ ഉള്ള ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. അവൾ സ്റ്റഡി ടേബിളും ഒക്കെ ഫുള്ള് സെറ്റാണ് കേട്ടോ. പിന്നെ അവിടെ മെയിനായിട്ടുണ്ടാവുക ടോയ്സാണ്. എനിക്കറിയില്ല എന്താണെന്നറിയില്ല. ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ കാറിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാനതിങ്ങനെ തൊട്ട് കളിക്കുന്നു. ഗൈസ്, ഇതാണ് നിസാൻ മാഗ്നൈറ്റ് കാർ കേട്ടോ. ഇതിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പറഞ്ഞാൽ കുറച്ച് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി, പോയെത്തും. പിന്നെ ഞങ്ങൾ ചടപ്പെട്ടായിരുന്നു, വേഗം പോകണം പറഞ്ഞിട്ട്, എന്താ പറയുക, വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ട്വിൻസിൽ ന്യൂനു എന്നാട്ടോ ആൺകുട്ടിൻ്റെ പേരും. അപ്പോൾ ഓൻ്റെ ഡ്രോയിങ്ങാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വരച്ച് തരണമെന്നൊക്കെ കണ്ടിട്ട്. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഷോപ്പിങ്ങിൽ കാണും. ഷോപ്പിംഗ് മീൻസ് അവർ പിൻട്രസ്റ്റ്, മീഷോയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇപ്പോൾ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഓളാണ് കേട്ടോ കസിൻ നൂഫി എന്ന് പറയുന്നത്. അപ്പോൾ നൂഫി ഒരു 2 പേരാണ് കേട്ടോ, ട്വിൻസ് ആയിട്ടുള്ള. അടിപൊളിയാണ്. ഇതാണ് കേട്ടോ വീട്. പിന്നെ ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ കിട്ടണേനും. ഇത് എനിക്ക് തോന്നുന്നു ഡേയ്സ് ഇൻ മൈ ലൈഫാണ്. 2-3 ദിവസത്തെ ക്ലിപ്സൊക്കെ ഉണ്ടാവും. കാരണം പ്രത്യേകിച്ചിട്ട് ക്ലിപ്സസ് ഒന്നും എടുക്കാനില്ലല്ലോ. ഇത് നൂഫിൻ്റെ ബാഗാണ് കേട്ടോ. പിന്നെ ഒരു അടിപൊളി ലഞ്ച് ബോക്സ്. ഇതിൽ ശരിക്കും എന്താ പറയുക, അത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കെന്താ അറിയില്ല, എന്താ പറയുക, ആവേശം കൊണ്ട് ഞാനതൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അടിപൊളി ക്യൂട്ട് ലഞ്ച് ബോക്സ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് പറഞ്ഞു കേട്ടോ, പക്ഷേ അത് കണ്ടിട്ടില്ല ഞാൻ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് അന്ന് ഈവനിങ്ങിൽ ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ അമ്മായി കേട്ടോ. എനിക്ക് 4 അമ്മായികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വെഡ്ഡിങ് വരുന്നുണ്ട് ഞങ്ങളെ ഫാമിലിയിൽ തന്നെ. അപ്പോൾ എല്ലാവരും എൻ്റെ 4 അമ്മായികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴേലൊക്കെ ഉണ്ടാവുള്ളൂ 4 അമ്മായികൾ ഒരുമിച്ച് നിൽക്കൽ. ഒന്നാമത് എൻ്റെ വലിയ അമ്മായിയും പറഞ്ഞല്ലോ ഗൾഫിലിരുന്നു. പിന്നെ 3 അമ്മായികളുണ്ടായിരുന്നു. അപ്പോൾ ഓല് വന്നപ്പോൾ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഡ്രസ്സ് ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല. കാരണം എൻ്റെ ഡ്രസ്സ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഷോർട്ടായിട്ട് ഇങ്ങനെ സെൻഡാക്കാമെന്നുള്ളത്. എൻ്റെ ഡ്രസ്സ് കളക്ഷൻ അങ്ങനെ സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേറെ അമ്മായികളൊക്കെ 2ാമത്തെ അമ്മായിയും 3ാമത്തെ അമ്മായിയൊക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ ഫുള്ള് ഞാൻ ഷോർട്ടായിട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് വലിയ അമ്മായി കൊടുന്നതാണ് കേട്ടോ. വലിയ അമ്മായിക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ഉമ്മച്ചിക്കുള്ള ഷാളും പിന്നെ ബ്രദേഴ്സിനുള്ള പാൻറ്റും ഷർട്ടും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ സെൻഡാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ടാവുള്ളൂ വീഡിയോ. കാരണം പ്രത്യേകിച്ച് നമുക്കിങ്ങനെ പ്രധാന കണ്ടൻസിറ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ സെൻഡാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസമാണ്. എന്താ പറയുക, ഞാൻ രാവിലെ കുളിച്ചിട്ട് ഫുള്ള് മാറ്റി സെറ്റായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കല്യാണമുണ്ട്. നമ്മളെ കുടുംബത്തിലുള്ള കല്യാണമല്ല, നമ്മളെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു കല്യാണമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എന്താ പറയുക, ഫസ്റ്റ് എൻ്റെ ഡൗട്ട് ഏത് ചെരുപ്പ് ഇടും എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ
മാറ്റിയില്ല, ഈ ചെരുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേഗം പോയിട്ട് ഞാൻ എന്താ പറയുക, എനിക്ക് മുടി പറയണു ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ചില ടൈം ഇഷ്ടമായിരിക്കും, ചില ടൈം മുന്നിലേക്ക് ഫ്രണ്ടിലേക്ക് വന്ന് ലാസ്റ്റിലേക്ക് മടുക്കും. അപ്പോൾ ആകെ കൂടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓയിലും ജസ്റ്റ് ഇങ്ങനെ തല തേക്കാനോ. അങ്ങനെ ഇസോട്ടേനൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ടല്ലോ, എല്ലാവരും മാറ്റിയിട്ട് തന്നെ പോയിട്ടുണ്ട് തറവാട്ടിലാണ് പോകുന്നത്. ഞാനിപ്പോഴും മാറ്റാൻ തുടങ്ങുന്നുള്ളൂ. പിന്നെ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനും പറ്റില്ല, ഫുള്ള് ചടപടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ ഫാൻസി സംഭവങ്ങളൊക്കെ മുകളിലായിരുന്നു, അപ്പോൾ ഉമ്മ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇടുന്നത് മീഷോയിൽ വാങ്ങിയിട്ടുള്ള ഡ്രസ്സിലായിരുന്നു, പിങ്ക് സരാറ, അതാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിടാനാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. കാരണം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണോ ഇടുന്നത്, അതോ എനിക്കിതിന് മുന്നേ ഇട്ടുക്കണമെന്ന് ഡൗട്ട്. അമ്മേനെ കൊണ്ടുവരാൻ ഭയപ്പെട്ടിരുന്നല്ലേ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണത്തിനകത്ത് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ എന്നെ പൊക്കി പറയില്ല, നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇട്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാണ് ചെരുപ്പ്. ഭയങ്കര ഹീൽസ് വരുന്നതുകൊണ്ട് ഞാൻ എവിടേക്കാണ് പൊങ്ങണമെന്ന് എനിക്ക് പോലും അറിയില്ലേനും. എൻ്റെ അടുത്ത് അധികം ചെരുപ്പുകൾ, ചപ്പൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫുള്ള് ഹീൽസ് മോഡലായിരിക്കും കേട്ടോ. അങ്ങനെ കല്യാണത്തിന് വന്ന ക്ലിപ്സൊന്നും എടുത്തില്ല, കാരണം ഫ്രണ്ട്സുകളൊക്കെ കണ്ടപ്പോൾ എവിടേക്കാണ് പോയതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവരെ ഇട്ടിട്ട് കുറേ പിക്സൊക്കെ എടുത്തു. അല്ലാണ്ട് അപ്പോൾ എനിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അന്ന് വൈകുന്നേരം ജസ്റ്റ് ഞാനും എൻ്റെ കസിൻ മീൻസ് അവർ നിഷുവിനെ എല്ലാവർക്കും അറിയുണ്ടാവും, എൻ്റെ അപ്പാൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളും ഞാനും കൂടിയിട്ട് ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സാധനം കൊണ്ടുവരാണ്ടായിരുന്നു അവിടുന്ന്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ മൂഞ്ചി എന്ന് പറയാൻ ഇത്രയും വലിയ മൂഞ്ചിൽ എനിക്ക് വേറൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെ പോയപ്പോൾ ആളില്ല. ഞാനാണെങ്കിൽ എപ്പോഴും ഓളുണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ കോളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സങ്കടം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അടക്കാപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചിട്ട് എൻ്റെ കൂടെ എനിക്കതിലേറെ ദേഷ്യം, എൻ്റെ കൂടെ വന്നവർക്ക് അതിലേറെ വലിയ ദേഷ്യം. ഓള് പറയണത് ഞാൻ നിർത്തി പോട്ടെന്നൊക്കെ പറയണായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക, ബിരിയാണി ഉണ്ടായിരുന്നു, തറവാട്ടിൽ സ്പെഷ്യൽ ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ കൽത്തപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചി. അപ്പോൾ നിങ്ങൾ ഷോർട്ടിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ കൽത്തപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു റെസിപ്പിയല്ല, അങ്ങനെ ഉണ്ടാക്കിയൊരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കൊക്കെ ഫുഡ് നമ്മൾ കല്യാണം വരുന്ന കഴിച്ചു. പിന്നെ നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അരി തീമിടുന്നു. പിന്നെ നമ്മൾ കൽത്തപ്പിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൽത്തപ്പിൻ്റെ റെസിപ്പി ഒന്നും പറയാൻ അറിയില്ല, അതാണ് മെയിൻ പ്രോബ്ലം. എനിക്ക് റെസിപ്പി എങ്ങനെ പറയേണ്ടതെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ഞാൻ അതെടുത്തപ്പോൾ ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ നമ്മളിതിലേക്ക് മാവ് പാരിയാണ്. കുറച്ച് വെള്ളം അറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. അങ്ങനെ പിന്നെ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ എൻ്റെ റൂമിലേക്ക് പോയി, കാരണം കല്യാണം കഴിഞ്ഞ് വന്നാൽ പിന്നെ ഈ സാധനം ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വെച്ചിട്ടില്ല. പിന്നെ ഞാൻ അന്ന് നൈറ്റും പിന്നെ ഞാൻ അൽമാറിൻ്റെ അവിടെ സെറ്റാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. അത് പിന്നെ ഞാൻ അവിടെ സോഫയിൽ ഇട്ടിക്കായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ മാറ്റുന്നത് ഏത് സ്ഥലത്താണോ അവിടെ തന്നെ ആ ഇരിപ്പാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി വിളിക്കണേനു കൽത്തപ്പം സെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു 3 ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.